അതെന്തിനും ആവാം, നമുക്ക് അറിഞ്ഞൂടാ. പണ്ടത്തെ ലൈഫായിരുന്നു എനിക്ക് കുഴപ്പമില്ല, ഇപ്പം വലിയ സംഭവം എന്ന് പറയല്ല, 2 ഇടി കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇപ്പം എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഫാമിലി ഉണ്ടാകുമ്പോൾ അവരുടെ സേഫ്റ്റി എനിക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അത്രേ ഉള്ളൂ. അവരുടെ കാര്യങ്ങൾ നോക്കി ഞങ്ങൾ പോയിപ്പോഴും ഇയാൾ ഇവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടും എനിക്കൊന്ന് നടന്നു വരുന്നുണ്ടായിരുന്നു തോന്നുന്നു. അവരുടെ കുടുംബമായിട്ട് എല്ലാവരും റെഡിയായിരുന്നു അടിക്കുക എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് നമുക്ക് അവിടെ മാന്യവും ന്യായത്തിലൊന്നും കാര്യമില്ല. നമ്മുടെ ഇനി ഇതിനേക്കാളും വലിയ സിറ്റുവേഷൻ ഉണ്ടായിട്ട് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഏത് സിറ്റുവേഷനും ഫേസ് ചെയ്യാൻ റെഡിയായിട്ടാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ എല്ലാവർക്കും വന്ന് കൊട്ടാനുള്ള ചെണ്ടയായി മാറി, അതിലും സന്തോഷമുള്ളൂ. ഹലോ ചങ്ങായിമാർ, പച്ച വീട്ടിലെ പ്രശ്നം വീണ്ടും ചില പ്രശ്നങ്ങളിൽ പോയി പെട്ടതായിട്ട് ഇന്ന് ആ ചങ്ങാതിയുടെ വീഡിയോ കണ്ടപ്പോൾ തോന്നി. പക്ഷേ ഇന്നത്തെ വിഷയത്തിൽ ആ വ്യക്തിയുടെ കയ്യിലും ചില ശരികളുണ്ട്. ഏതൊരു വിഷയം വന്നാലും നമ്മൾ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. ആ വ്യക്തിയുടെ ഭാഗത്ത് ശരികളുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ചേ പറ്റൂ. ഈ ചങ്ങാതി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണ്. ഇന്ന് ആ പ്രായത്തിലുള്ള ആൾക്കാരൊന്നും ചെയ്യാത്ത അത്രയും നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്, ഇല്ലെന്നൊന്നുമല്ല. എന്നാൽ പോലും അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ അദ്ദേഹം കുറെ പ്രശ്നങ്ങളും മറ്റും എന്ന് വെച്ചാൽ ആ ചങ്ങാതി ഒരുപാട് ശരികൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് തെറ്റുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ശരിയേക്കാൾ കൂടുതൽ ആ തെറ്റുകൾ എടുത്ത് കാണിക്കുന്നു എന്നതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രത്യേകത. ആ പ്രത്യേകത കാരണമാണ് ഇപ്പോൾ ഈ രോഹിത് എന്നുള്ള വ്യക്തിയെ പ്രശ്നേഷ് എന്ന് ഞാനടക്കം വിളിക്കാൻ കാരണമായിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ആലപ്പുഴ ബീച്ചിൽ വെച്ച് അദ്ദേഹം ചെയ്തൊരു നല്ലൊരു പ്രവൃത്തി വളരെ മോശമായി ചിത്രീകരിക്കുകയും അതുമൂലം വളരെ മോശമായ ഒരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തു. ആ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കണ്ടു നോക്കാം, തുടർന്ന് നമ്മുടെ അഭിപ്രായം നമുക്ക് രേഖപ്പെടുത്താം. ശരിക്കും ഞങ്ങളിന്ന് ബീച്ചിൽ വന്നതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു വട്ടിക്കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാനായിരുന്നു. അവളുടെ സ്കിൻ ഇഷ്യൂസ് കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ അയാളെ കൊണ്ടുപോകാനായിട്ടാണ് വന്നപ്പം അവളെ കിട്ടിയത് ലേറ്റ് ആയതുകൊണ്ടും ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്താഞ്ഞുകൊണ്ടും ഹോസ്പിറ്റലിൽ അടച്ചു പോയായിരുന്നു. അപ്പോൾ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടാക്കിയിട്ട് നാളെ വന്ന് തിരിച്ച് അവളെ കൊണ്ടുപോകാന്നുള്ള രീതിക്ക് അവളെ തിരിച്ചുകൊണ്ടാക്കാനാണ് വന്നത്. വന്ന സമയത്തേക്കും 2 ആൺപിള്ളേർ, അത് 18 വയസ്സെങ്കിലും കാണും, ഞങ്ങളുടെ അടുത്ത് വന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇത് അവരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, സ്വാഭാവികമാണ്, ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ല, അത് അവരുടെ കാര്യം. അപ്പം ഒന്നെങ്കിൽ അവർ വന്ന് ചോദിക്കുക, അല്ലെങ്കിൽ അവർ വിട്ടുപോകുക. ഇത് നമ്മുടെ അടുത്ത് നിന്ന് തന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്വാഭാവികം ഇപ്പോൾ ഇറിറ്റേറ്റ് ചെയ്യൽ എല്ലാവർക്കും ഒരു രസമാണല്ലോ, ഇറിറ്റേറ്റ് ചെയ്തോട്ടെ. പക്ഷേ അതൊരുമാതിരി നമ്മളെ കയറി ആക്രമിക്കുന്ന ഒരു ലെവൽ വരെ എത്തിയേനെ. കാരണം അവരുടെ അളിയൻ എന്ന് പറയുന്ന അളിയൻ എന്നാണ് പറയപ്പെട്ടത്, ഒരു വലിയൊരു അങ്കിളെന്ന് വേണേൽ വിളിക്കാം. അങ്ങേർക്ക് കൊച്ചുണ്ട്, ഭാര്യയുണ്ട്. അങ്ങേര് നിന്നിട്ട് ഇവൻ കൊണ്ടിട്ട പട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പറയുക. അപ്പോൾ ഇവൻ ചെന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ കൊണ്ടിട്ടല്ല, ഇവിടുന്ന് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ആക്കി, അത്രേ ഉള്ളൂ. ഉടനെ പുള്ളി നീ എന്തിനാണ് അതിന് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതെന്നോ പുള്ളി ദേഷ്യപ്പെട്ട്, നീ നിൻ്റെ പെൺപിള്ളെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശരിക്കും അടിക്കാനായിട്ട് തന്നെ വന്നത്. ശരിക്കും ഇത്രയും വഷളായി ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അയാൾ കള്ളിൻ്റെ പുറത്തുമായിരുന്നു. പക്ഷേ അയാളുടെ കൂടെയുള്ള ആൾക്കാരും പിടിച്ച് മാറ്റാനോ പ്രശ്നം ഉണ്ടാവാതിരിക്കാനോ നോക്കിയില്ല. ഇവൻ്റെ കൂടെ ഉള്ളത് ഞങ്ങൾ 2 പെൺപിള്ളേർ മാത്രമാണ്, വേറെ ആരും ഇല്ല. അതൊന്നും നോക്കിയില്ല. അയാളുടെ ഭാര്യയാണെങ്കിലും ബാക്കി കൂടെ നിൽക്കുന്നവരാണെങ്കിലും കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ആയിട്ട് അവർക്ക് നാളെ വീഡിയോ എടുത്തിടാനോ എന്തോ ആവാം. പക്ഷെ എന്തായാലും ഇത്ര ആയെന്നും ആക്കിയെന്നും ഒന്നും അറിയത്തില്ലായിരുന്നു. ഇത്രത്തോളം എത്തി എന്ന് മനസ്സിലാവുന്നതിൽ സന്തോഷമുണ്ട്. വളരെയധികം നന്ദിയുണ്ട് എല്ലാവരോടും. അതായത് ഇപ്പം കേട്ടില്ലേ, ഇത് വിഷയം എന്ന് വെച്ചാൽ ഇവർ ആലപ്പുഴ ബീച്ചിൽ ചെന്ന സമയത്ത് ഇവർ കാണാറുള്ള ചെറിയൊരു പട്ടിക്കുട്ടി എന്തോ ഒരു ബുദ്ധിമുട്ട് അതിൻ്റെ കാലിനുണ്ട്. അപ്പം അതിനെ കൊണ്ട് ഇവർ അതിനെടുത്ത് ആശുപത്രിക്ക് കൊണ്ടുപോയി. ഒരു വലിയൊരു കാര്യമാണ് ചെയ്തത്. ഇപ്പം ഇങ്ങനെ എല്ലാവരും ചെയ്യുമെന്നൊന്നും അറിയില്ല. ഒരു മിണ്ടാപ്രാണിയാണ്, അതിനൊരു അപകടം പറ്റിയിരിക്കുന്നു അല്ലെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ അതിനെ ചികിത്സിക്കാൻ വേണ്ടി ഇവൻ കാണിച്ചൊരു നല്ല മനസ്സ്. ഞാൻ പറഞ്ഞില്ല, ഇവൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവൻ അതിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഒന്ന്, അതിനെ കിട്ടാൻ തന്നെ സമയം എടുത്തു. അതിന് കിട്ടി ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴേക്കും വളരെ സമയമായതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലൊക്കെ അടച്ചുപോയി. അവൻ എന്ത് ചെയ്ത് അതിനെ വീണ്ടും അതേ ബീച്ചിൽ കൊണ്ട് ഇറക്കി വിടാൻ ശ്രമിച്ചു. ഒന്ന് ശ്രദ്ധിക്കണം, ആൾക്കാർ കാണുമ്പോൾ എന്താണ് ഇവൻ ആ പട്ടിനെ കൊണ്ട് അവിടെ ബീച്ചിൽ കൊണ്ട് വിടുകയാണ്. അപ്പം ആരും ശ്രദ്ധിക്കില്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കണ്ടല്ലേ പൂച്ചനൊക്കെ ഈ ചാക്കി കെട്ടിട്ട് കൊണ്ട് കളയണം. അതേപോലെ പട്ടിനെ കൊണ്ട് കളയുകയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായത് അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്യണമായിരുന്നു, ആ പട്ടിനെ എന്തു പറഞ്ഞാലും ഇവർ റിസ്ക് എടുത്തു, അതിനെ ചികിത്സിക്കണം, അതിന് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിയുകൊണ്ട് അതിനെടുത്ത് ആശുപത്രി കൊണ്ടുപോയതാണ്. കൊണ്ടുപോകുന്ന സമയത്ത് ആ ആശുപത്രി ക്ലോസ് ആണ്, ഇവർക്ക് അപ്പം കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നുകിൽ ഇവൻ വീട്ടിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അതിനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റി എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് അടുത്ത ദിവസം അതിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു. ഇവ വീണ്ടും അതിനെ ബീച്ചിൽ കൊണ്ട് ഇടാൻ പോയതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരുപാട് കാര്യങ്ങൾ നല്ലത് ചെയ്യുന്നുണ്ട്, പക്ഷേ പലരും ചിന്തിക്കാണ്ടാണ് ചെയ്യുന്നത് എന്നതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ രോഹിത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം. ഒന്ന് ഓർത്ത് നോക്കിയേ, എന്താണ് നാളെ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തതിന് ശേഷം എന്താണ് പിന്നെ സംഭവിക്കാൻ പോകുന്നതെന്ന് ആശ ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ്. പിന്നെ ഒരാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൈകാര്യം ചെയ്യാനോ കയ്യേറ്റം ചെയ്യാനോ ഒക്കെ നിൽക്കുന്നതും ഒരു മര്യാദയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനെക്കുറിച്ച് ഇപ്പം പറയുന്നുണ്ട്, നമുക്കൊന്ന് കേട്ടു നോക്കാം. മനസ്സിലാവുന്നതിൽ സന്തോഷമുണ്ട്, വളരെയധികം നന്ദിയുണ്ട് എല്ലാവരോടും. അതായത് ഇപ്പം
ഒരാളുടെ ഫാമിലി ലൈഫിൽ എത്രത്തോളം മറ്റുള്ളവർ ഇത്രയും കയറി ഇടപെട്ട് അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ സ്പേസിനകത്തോട്ട് ഇത്രയും കയറി മറ്റുള്ളവർക്ക് ഇടപെടാനുള്ള ലൈസൻസും തന്ന് അല്ലെങ്കിൽ ലൈസൻസും കിട്ടിയ കണക്ക് ഉപദ്രവിക്കാനായിട്ട് വരുന്നൊരു രീതി എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കി. ഇതിപ്പം ഉണ്ടായ അനുഭവം വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ അറിയത്തില്ല. കാരണം ഇതിപ്പോൾ ഉണ്ടായെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലോട്ട് പോയാൽ എന്തെടുക്കും? ഇതിൻ്റെ പുറകെ നടക്കാം എത്ര നാളെന്നും വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. അടി കിട്ടിയാൽ കിട്ടി എന്നേ ഉള്ളൂ. എന്തിൻ്റെ പുറത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അടിക്കുക, അല്ലെങ്കിൽ കാര്യം ഉണ്ടെങ്കിൽ സംസാരിക്കുക, കുഴപ്പമില്ല. ഇത് ഒരുമാതിരി ആക്രമിക്കാൻ വരുന്നു. കറക്റ്റ് അത് ഇവന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ട് കഴിഞ്ഞാൽ അവസാനത്തെ ഭാഗങ്ങളൊക്കെ, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് തന്നെ ഇട്ടാ ക്ലിപ്പ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പോകുന്നവർ വരുന്നവർക്ക് കയറി അടിക്കാനുള്ള ഒരു അവസ്ഥയായി മാറി എന്നൊക്കെ പറയുന്ന അത്രയും നിസ്സഹായതയാണ് കേൾക്കുന്ന നമ്മ. നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇത്രത്തോളം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിസ്സഹായത. പക്ഷേ ഇവരിലും കുറേ ഫോൾട്ടുകളുണ്ട്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഇവരിലുണ്ട്. ഇവർ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. കുറച്ചും കൂടി ഉണ്ട്, നമുക്ക് കേട്ടോക്കാം. ഇത് ഒരുമാതിരി ആക്രമിക്കാൻ വരുന്നു. കറക്റ്റ് അത് ഇതോ പറയാനാ. പണ്ടത്തെ ലൈഫൊക്കെയാണെങ്കിൽ എനിക്ക് വിഷയമൊന്നുമില്ല. ഒറ്റയ്ക്കാവുമ്പോഴത്തേക്കും ഒരു ഇടി ഉണ്ടായാലും ഒരു ഇടി കൊണ്ടാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ എൻ്റെ കൂട്ടത്തിൽ 2 പെൺപിള്ളേരുണ്ടായിരുന്നു. ഒന്ന് എൻ്റെ അനിയത്തിയാണ്, ഒന്ന് എൻ്റെ വൈഫ് രശ്മിയാണ്. ഈ 2 പെൺപിള്ളേർ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് അവരുടെ കാര്യം കൂടെ നോക്കണം. മാത്രമല്ല ഒരു ഇടി കിട്ടാനായിട്ടോ ഒരു അലമ്പ് ഉണ്ടാവാനായിട്ടോ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല, ആരെയും പ്രൊവോക്ക് ചെയ്യാൻ പോയിട്ടില്ല. ഇപ്പം ഞാൻ അവിടെ നിന്നു, എൻ്റെ ഫാമിലിയായിട്ട് നിന്നു. ഇതുപോലെ ഒരാളെ ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നിട്ട് ഇവിടെ റിലീസ് ചെയ്തു. ഇവിടുന്ന് തന്നെ കളക്ട് ചെയ്ത ആളായതുകൊണ്ട് അല്ലേ, ഇവിടുന്ന് തന്നെ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് അവളെ ഇവിടെ തന്നെ കൊണ്ടാക്കി. അപ്പോഴത്തേക്കും ഒരു ടീം ചുറ്റും വന്ന് നിൽപ്പുണ്ടായിരുന്നു. അതിനകത്ത് ഒരുത്തൻ സംസാരിക്കുന്ന കേട്ടാണ്. അതായത് അത്ര നേരമുള്ള സംസാരം നമ്മൾ കാര്യമാക്കില്ല. കാരണം ഇപ്പോൾ നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും വന്ന് തള്ളി കയറാന്നുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്. എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കിയാലേ പ്രതികരിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നങ്ങളാകത്തുള്ളൂ. ഇത് പ്രശ്നേഷം കൂടെ ആകത്തുള്ളൂ. എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാനിങ്ങനെ മൈൻഡ് ആക്കുന്നില്ല. നമ്മൾ അവളെ തിരിച്ചിറക്കി അതിൻ്റെ കറക്റ്റ് വീഡിയോ എടുത്തു. എന്നിട്ട് നമ്മൾ കൈ കഴുകി നിൽക്കുമ്പോഴത്തേക്ക് ഒരുത്തൻ പറയുന്നത് കേട്ട് അവനവിടെ കൊണ്ടുവന്ന പട്ടിക്ക് അവൻ എവിടുന്നോ കൊണ്ടിട്ട പട്ടിക്ക് ഞാനിതിനെ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രോ ഞാനിത് എവിടെയൊന്നും കൊണ്ടുവന്നിട്ടല്ല. ഇല്ല, ഞാൻ പറഞ്ഞില്ല ഫുഡ് കൊടുക്കാനായിട്ട്. അവരെന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതുപോലത്തെ ടോക്ക് ആയത്. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ചാണല്ലോ, ഞാൻ എവിടുന്നോ കൊണ്ടിട്ടെന്നാണല്ലോ പറഞ്ഞു. അപ്പോൾ ഞാൻ മാന്യമായിട്ട് ചെന്ന് പറഞ്ഞു, ബ്രോ ഞാനിത് എവിടെയും കൊണ്ടിട്ടതല്ല, ഞാൻ ഇവിടുന്ന് തന്നെ ആശുപത്രിയോട് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. അതിന് നീ എന്തിനാണ് എൻ്റെ കയ്യിലോട്ട് കയറി കളിപ്പിക്കാൻ പറയുന്നത്? നീ എന്തുവാ കയറി അലമുണ്ടാക്കുന്നത്? ഞാൻ എൻ്റെ അളിയൻ്റെ കയ്യിലല്ലേ പറഞ്ഞു. നീ എന്നെക്കുറിച്ച് നീ എൻ്റെ എന്തുവാ കയറി പറയുന്നത്? നീ നിൻ്റെ വൈഫായിട്ട് നിൻ്റെ ഭാര്യയായിട്ട് നീ വന്നതിന് നിൻ്റെ പെൺപിള്ളയായിട്ട് വന്നതിന് ഞാൻ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കലവിൽ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ഇയാൾ എന്തിനാണ് ഏണി ഉണ്ടാക്കുന്നതെന്ന്. വെള്ളം അടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ അടിച്ചിട്ടോ നിൽക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അയാളുടെ കൂട്ടത്തിൽ അയാളുടെ ഭാര്യയുണ്ട്, അവരും നൈസായിട്ട് കാഴ്ച കാണാനായിട്ട്, അല്ലെങ്കിൽ ഒരു അടി ഉണ്ടാവുകയാണെങ്കിൽ എൻജോയ് ചെയ്യാം, മേ ബി വീഡിയോ എടുക്കാൻ റെക്കോർഡ് ചെയ്യാനൊക്കെ റെഡിയായിട്ട് നിൽക്കുമായിരുന്നായിരിക്കാം. അയാളുടെ അളിയൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ പയ്യൻ അവനവിടെ റെഡിയായിട്ട് നിൽക്കുമായിരുന്നു ഇടി ഉണ്ടെങ്കിൽ ഇടി ഉണ്ടാക്കാനായിട്ട്. പ്രശ്നങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല, ഒരു പ്രൊവോക്കേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. എൻ്റെ കൂടെ 2 പെൺപിള്ളേരുണ്ടായിരുന്നു എന്നുള്ള വേറെ കാര്യം. ഞാൻ പറഞ്ഞു, ബ്രോ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ലോ, ഞാൻ ആക്ച്വലി നിങ്ങളതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ച് സംസാരിച്ചാണ്, ഞാൻ എവിടുന്നും കൊണ്ടിട്ടല്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ, സോറി. അതായത് അവർ പറഞ്ഞു ഞാൻ എൻ്റെ അളിയൻ്റെക്ക് സംസാരിക്കാൻ നിനക്ക് എന്താ, നീ എന്തിനാ വന്ന്, നീ എൻ്റെ എന്തിനാ ആളാവുന്നു? ഞാൻ പറഞ്ഞു സോറി ചേട്ടാ. അപ്പോഴാണ് അയാൾ പറഞ്ഞു, നീ നിൻ്റെ ഭാര്യയായിട്ട് വന്നേ, നീ നിൻ്റെ പെൺപിള്ളയായിട്ട് വന്നതിന് ഞാൻ എന്തെടുക്കണം, നീ വീഡിയോ എടുക്കുന്ന ആളാണെന്നും നീ എന്തൊക്കെ കാണിക്കുമെന്നുള്ളതും ഒക്കെ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കലപില്ല. ഞാൻ പിന്നെ ഫാമിലിയായിട്ട് മാറി വെച്ച് ഞങ്ങൾ പോകുന്ന വഴി മുഴുവൻ ഇയാൾ നോക്കി നിൽക്കുമായിരുന്നു. ഇയാൾ എന്തൊക്കെ അവിടെ നിന്ന് എന്തൊക്കെയോ അനാവശ്യമായിട്ട് ഇങ്ങനെ കലപില പറയുന്നുണ്ട്, പ്രശ്നം ഉണ്ടാക്കാൻ റെഡിയായി. ഇപ്പൊ ഇവനൊരു നല്ല കാര്യം ചെയ്തതാണ്. പക്ഷെ അത് അവരുടെ ഭാഗത്ത് നോക്കിയാൽ ഒന്ന് അവര് നല്ലൊരു മൈൻഡിലല്ല എന്ന് വെച്ചാൽ മദ്യപിച്ച കാര്യങ്ങളാണെന്ന് ഇവൻ പറയുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഒരാൾ വന്ന് അങ്ങോട്ട് സംസാരിക്കുമ്പോൾ അവര് പ്രൊവോക്ക് ആവാം. കാരണം അപ്പം ആ പ്രൊവോക്കാവുന്ന സംസാരിക്കുന്ന മദ്യമായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ട്. മദ്യപിച്ച് കഴിഞ്ഞാൽ അവനക്ക് അവൻ്റെ ഇതായ സ്വന്തം ചിന്തയിലോ യുക്തിയിലൊന്നും ആയിരിക്കില്ല സംസാരിക്കുന്നത്. പിന്നെ ഫാമിലി കൂടി ഉണ്ടായിരുന്നു പറഞ്ഞിട്ട്, എന്നിട്ട് ഈ ഫാമിലി ഇടപെടാത്തത് വളരെ മോശമായ ഒരു കാര്യമാണ്. ഇതിൻ്റെ തെളിവ് കാര്യങ്ങളൊന്നുമില്ല. തെളിവ് ഇപ്പം നാളെ അവർ വന്നിട്ട് അങ്ങനെയൊന്നുമല്ല, ഇവൻ ഞങ്ങളുടെ മെക്കിട്ട് കയറിയതാണ്, ഞങ്ങൾ ഇവന് ഒരു പട്ടിനെ കൊണ്ട് അങ്ങനെ പുറത്ത് കൊണ്ട് കണ്ട് ഞങ്ങൾ വെറുതെ ചോദിച്ചതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പട്ടികളെ കൊണ്ട് റോട്ടിലിടുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന കടപ്പുറത്തൊക്കെ ഉപേക്ഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇവൻ കയറി ഇടപെട്ടു, ഞങ്ങളായിട്ട് ചൂടായി. അങ്ങനെയുള്ളവനാണ്, എനിക്ക് കുറേ ഫോളോവേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളായിട്ട് ചൂടായതുകൊണ്ട് ഞങ്ങൾ കയറി ഇടപെട്ടതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ തെളിവില്ല. കാരണം ഇവൻ ഈ വായാലെ പറയുന്നതാണ്, അത് തന്നെ അവർക്ക് വേണേൽ പറയാം, അത്രേ ഉള്ളൂ. പിന്നെ ഇവൻ പറയുന്നുണ്ട് ഈ പട്ടിനെ കൊണ്ട് ഇറക്കുന്ന സമയത്ത് അവർ നോക്കുമ്പോൾ എന്താണ് ഇവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ പോലും ഈ പട്ടിക്ക് എന്തെങ്കിലും ചികിത്സ കിട്ടിയ പോലും ഒന്നും കാണുന്നില്ല. കാരണം കാലിന് വയ്യ എന്നാണ് പറഞ്ഞെങ്കിൽ വല്ല ബാൻഡേജും കാര്യങ്ങളും ചുറ്റിയത് കാണുകയാണെങ്കിൽ ഓക്കെയാണ്, ഇവർക്ക് മനസ്സിലാകും പട്ടിനെ ഇവൻ കൊണ്ടുപോയതാണ്. ഇതിങ്ങനെ പട്ടിനെ കുറിച്ച് ഇറക്കുന്നുള്ളൂ. കാരണം ഇവൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഹോസ്പിറ്റൽ ക്ലോസ് ആയിരുന്നു. അപ്പം ഇവൻ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു, ആ പട്ടിനെ വീണ്ടും ടേക്ക് കെയർ ചെയ്തിട്ട് നാളെ മറ്റാന്നൊക്കെ ആയിട്ട്
ഇവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൃത്യമായിട്ട് ചികിത്സ കൊടുത്തതിന് ശേഷം ഇറക്കി വിടുകയാണ് ഓക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല ചെയ്തത്. ഓക്കെ ഇവൻ പട്ടിനെ കൊണ്ടുപോയി, അവിടെ പട്ടിനെ നോക്കിയപ്പോൾ എന്താണ് അവിടെ ഡോക്ടർ ഇല്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ക്ലോസ് ആണെന്നുകൊണ്ട് നേരെ കൊണ്ടുപോയിട്ട് വീണ്ടും കടപ്പുറത്ത് എന്നെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അത് ഉപേക്ഷിക്കുന്നത് കണ്ടതിന് ശേഷമാണ് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായത്. അപ്പോൾ പല കാര്യങ്ങളും ചിന്തിക്കാതെ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ചിന്തിച്ചിട്ട് ഇത്രയൊന്നും വലിയ വിഷയങ്ങൾ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. വരും ദിവസങ്ങൾ വലിയ വിഷയങ്ങളുമായി നമുക്ക് കാണാം. പിന്നെ ഈ പറയുന്ന നമ്മുടെ രോഹിത്തിൻ്റെ വിഷയം തന്നെ എടുത്ത് തന്നെ അവൻ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഇടയിൽ കുറേ മിസ്റ്റേക്കുകളുണ്ട്. മിസ്റ്റേക്കുകൾ മാത്രം മുൻനിർത്തി നമ്മൾ ഒരാളെയും വിലയിരുത്താതിരിക്കുക, പകരം അവൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളെയും മനസ്സിലാക്കുക. ഇവനിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഇവൻ എവിടെ ചെന്നാലും എന്ത് ചെയ്താലും പ്രശ്നങ്ങളാണ് എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി അവനോട് കലിപ്പും ചൂടായിട്ട് ആരും അതിനായിട്ട് ഇടപെടാതിരിക്കും. ഒരാൾ അവൻ ഈ പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ ചിലവർക്കൊക്കെ ഈ പറയുന്ന OCD എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ വല്ല വിഷയമാണെങ്കിലും നമ്മളിപ്പോൾ വിഷയം അറിയാതെ ഒരാളെ വിലയിരുത്തുകയോ അതിനെ പ്രതികരിക്കുകയോ ചെയ്തതിന് നാളെ അത് നമുക്ക് തന്നെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. അപ്പം അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കുക, എല്ലാം നല്ല രീതിയിൽ ചിന്തിക്കുക. വരും ദിവസങ്ങൾ വരും വിഷയങ്ങളുമായി കാണാം. ബൈ.